എറണാകുളത്തെ വൈപ്പിൻ മണ്ഡലത്തിന് അവകാശവാദം ഉന്നയിച്ച് ലത്തീൻ കത്തോലിക്ക സഭ രംഗത്ത്. വൈപ്പിൻ മണ്ഡലത്തിൽ കൂടി സമുദായ അംഗങ്ങളെ സ്ഥാനാർത്ഥികളാക്കണമെന്ന് ലത്തീൻ കത്തോലിക്ക സഭ മുന്നണികളോട് ആവശ്യപ്പെട്ടു. സഭയുടെ അൽമായ സംഘടനയായ KLCയുടെ നേതൃത്വത്തിൽ വൈപ്പിൻ മണ്ഡലത്തിൽ പ്രത്യേക രാഷ്ട്രീയ സമ്മേളനം ചേർന്നാണ് ആവശ്യമുന്നയിച്ചത്. സഭയ്ക്ക് മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ബിഷപ്പ് ആന്റണി വാലുങ്കൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആദ്യം ആ വാക്കുകളിലേക്ക്. വളരെയധികം തീക്ഷ്ണമായ വികാരങ്ങൾ കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സമുദായ കൂട്ടായ്മയാണ് വൈപ്പിൻ മണ്ഡലത്തിൽ നമുക്കുള്ളത്. യാതൊരു സംബോധന കൂടാതെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, വൈപ്പിൻ മണ്ഡലം ആരുടേതെന്ന് ചോദിച്ചാൽ അത് ലത്തീൻ സമുദായ അംഗങ്ങളുടേതാണെന്ന് തരം ഉയർത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. വിവരങ്ങളുമായി അനിൽ ജോർജ് ആയിരുന്നുണ്ട്. അല്ലേ, ഇത് ലത്തീൻ സഭയുടെ ഒരു പൊതുവികാരമായി അവതരിപ്പിക്കപ്പെടുകയാണോ? എന്താണ് വിശദാംശം? ഹർഷൻ, എറണാകുളം ജില്ലയിലെ പരമ്പരാഗതമായി 2 മണ്ഡലങ്ങളാണ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിന്റെ മുന്നണികൾ മാറ്റിവെക്കാറുള്ളത്. അത് കൊച്ചിയും അതുപോലെ തന്നെ എറണാകുളവുമാണ്. എന്നാൽ ഇത്തവണ വൈപ്പിൻ മണ്ഡലം കൂടി സമുദായ അംഗങ്ങളെ മത്സരിപ്പിക്കാൻ വേണ്ടി മാറ്റിവെക്കണമെന്നാണ് ലത്തീൻ കത്തോലിക്ക സഭ മുന്നണികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വൈപ്പിൻ മണ്ഡലത്തിൽ പ്രത്യേക രാഷ്ട്രീയ സമ്മേളനം തന്നെ ലത്തീൻ കത്തോലിക്ക സഭ സമുദായ സംഘടനകളെ മുൻനിർത്തി വിളിച്ചു ചേർക്കുകയാണ്. ബിഷപ്പുമാർ തന്നെ നേരിട്ട് ഇത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. വൈപ്പിൻ മണ്ഡലം ലത്തീൻ ഭൂരിപക്ഷം മണ്ഡലമാണെന്നും അവിടെ ആര് വിജയിക്കണമെന്നുള്ളത് അടക്കം കാര്യങ്ങൾ ലത്തീൻ സമുദായ അംഗങ്ങൾ തീരുമാനിക്കും എന്നുമാണ് ബിഷപ്പുമാർ അടക്കം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇരു മുന്നണികളോടും ഈ മണ്ഡലത്തിന്റെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും സമുദായം തയ്യാറല്ല എന്ന നിലപാടാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിനുമൊക്കെ വളരെ മുമ്പ് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്കും മറ്റും രാഷ്ട്രീയ പാർട്ടികൾ കടക്കുന്ന ആ സമയത്ത് തന്നെ തങ്ങളുടെ അവകാശവാദങ്ങൾ പരസ്യമായി മുമ്പോട്ട് വെക്കുകയും അതിനനുസരിച്ചുള്ള തീരുമാനത്തിലേക്ക് രാഷ്ട്രീയ കക്ഷികളെ എത്തിക്കാനുള്ള സമ്മർദ്ദം രൂപീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം രാഷ്ട്രീയ സമ്മേളനം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. ഇനി 2 മുന്നണികളും ഇത്തരം മണ്ഡലങ്ങളിൽ സമുദായ അംഗങ്ങളെ സ്ഥാനാർത്ഥികളാക്കിയാൽ സമുദായത്തോടുള്ള കൂറ് നിർണായകമായ ഘടകമായി മാറും എന്ന് അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഹർഷൻ, അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.